നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പൂച്ചട്ടി ടയർ കൊണ്ട്, റബ്ബറിൻ്റെ ടയർ കൊണ്ട് എങ്ങനെ പൂച്ചട്ടി ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാകും, പക്ഷേ നമുക്കത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ടയർ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതൊരു മനോഹരമായ പൂച്ചട്ടിയൊക്കെ മാറ്റാൻ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തൊരു പൂച്ചട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. സത്യം പറഞ്ഞാൽ ടയർ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. എന്നാലും നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ഹാങ്ങിങ് പോട്ട് ഉപയോഗിച്ചത് സ്കൂട്ടീൻ്റെ ടയറാണ്, സ്കൂട്ടി വണ്ടിയുടെ ടയറാണ്. എല്ലാവരും കരുതുന്ന പോലെ ഇത് കട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അച്ഛനും ഞാനും കൂടി ഏകദേശം ഒരാഴ്ച ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രിക്ക് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഈ കാണുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഈ ഭാഗത്ത് കമ്പി ഉണ്ടാവില്ല, റബ്ബർ മാത്രമാണ്. പിന്നെ കുറച്ച് നൂലും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ആ ഭാഗം കട്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഏറ്റവും അറ്റത്തായിട്ടുള്ള ഈ ഭാഗത്താണ് നമുക്ക് ഈ സ്റ്റീലിൻ്റെ കമ്പി വരുന്നത്. ആ ഭാഗം കട്ട് ചെയ്യാനാണ് നമുക്ക് ഏകദേശം നല്ല പ്രയാസം വരുന്നത്, ആ ഭാഗത്താണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ കാണുന്ന പോലെ ഒരു തടിക്കഷ്ണം ടയറിൻ്റെ അകത്തെ ഭാഗത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ടൊരു ഇരുമ്പ് കഷ്ണം, അതായത് നമ്മളെ പാരയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുമ്പിൻ്റെ ഒരു പീസ് ഇതിനായിട്ട് അടിയിൽ വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഉപേക്ഷിച്ച നമ്മുടെ പഴയ കൊടുവാളോ അല്ലെങ്കിൽ അതുപോലുള്ള ഉളിയോ അങ്ങനെ എന്തെങ്കിലും വസ്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക, ഈ കമ്പീൻ്റെ മുകളിലായിട്ട്. അതിനുശേഷം നമ്മൾ ഹാമർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അല്ലാതെ നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചാണ്. ഇങ്ങനെ ഒരു ടയർ കട്ട് ചെയ്താൽ നമുക്ക് 2 ചെടിച്ചട്ടി, അതായത് 2 ഹാങ്ങിങ് പോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കിട്ടുക. അത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആ ഹാങ്ങിങ് പോട്ടിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് 2 സൈഡിൽ ഹാങ് ചെയ്യാനുള്ള കയറ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾസ് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഒരു ടയറിൽ നിന്ന് 2 ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഭംഗി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഭാഗത്തും, അത് കൂടാതെ ഇതുപോലെ ഈ കാണുന്ന താഴെ ഭാഗത്ത് നമുക്ക് ഹോൾസ് ഇടേണ്ട ആവശ്യമുണ്ട്. വളരെ സിമ്പിളായ ടാസ്ക്കാണിത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിന് വേണ്ടത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ആണി വേണം എക്സ്ട്രാ. ഈ ആണിയും ഒരു മരക്കഷ്ണം വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റിയെ കൊണ്ട് ഇതുപോലെ അടിച്ച് ഹോൾസാക്കി മാറ്റുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 5 ഹോൾസ് നമുക്ക് ഇടണം. അതായത് 3 ഹോൾസ് ടയറിൻ്റെ അടിഭാഗത്തായിട്ടും 2 ഹോൾസ് കയറ് ഹാങ് ചെയ്യാനുള്ള, കയറ് തൂക്കാനുള്ള ഭാഗത്താണ്. താഴെ ഇടുന്ന 3 ഹോൾസ് നമ്മൾ ചട്ടിയിലുള്ള വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളാണ്. ഇങ്ങനെ ആണി വെച്ച് നമ്മൾ അടിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. കാരണം റബ്ബറിൻ്റെ മുകളിലാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈക്ക് അപകടം പറ്റാതെ നോക്കണം, ശ്രദ്ധിക്കണം. താഴെ ഭാഗത്ത് 3 ഹോൾസാണ് ഞാൻ പറയുന്നത്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണേൽ ഇടാം. കാരണം വെള്ളം ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ഹോൾസ് മിനിമം ഇടുന്നതാണ് നല്ലത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് സൈഡിലുള്ള ഈ 2 ഹോൾസിന് വണ്ണം കൂട്ടാൻ പറ്റും. വണ്ണം കൂട്ടണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കയറിൻ്റെ തിക്നെസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഹോളിൻ്റെ വലുപ്പം വെക്കണം. ഈ ചിലവർ ചങ്ങല യൂസ് ചെയ്യുന്നുണ്ട്. ആ ചങ്ങലൊക്കെ ആണെങ്കിൽ ആ ചങ്ങലേൻ്റെ വണ്ണം അനുസരിച്ച് നമുക്ക് ഈ ഹോളിൻ്റെ വലുപ്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ടയറിൻ്റെ 2 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് ഹോൾസാക്കി മാറ്റുക.
അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ കയറാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കയർ എടുത്തിട്ടാണ് ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ പുതിയ കയർ വേണം യൂസ് ചെയ്യുക, ചങ്ങല വേണം യൂസ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ കയർ ഈ 2 ഹോൾസിലേക്കും കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പിയോ ഉപയോഗിച്ച് നമുക്ക് തള്ളി കയറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ഒരു കെട്ടിടുക. അതായത് ഈ കയർ ഊരി പോകാത്ത വിധത്തിൽ ഒരു 2-3 കെട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് നല്ല ഉറപ്പിൽ നിൽക്കും. ഇതേപോലെ തന്നെ 2 സൈഡിലും നമ്മൾ കെട്ടിടുക. ടയറിൻ്റെ അകത്തേക്ക് കെട്ട് വരുന്നതാണ് ഭംഗി. ടയറിൻ്റെ പുറത്തേക്ക് ആ ഒരു കെട്ട് കാണുമ്പോൾ നമുക്കൊരു ഭംഗി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടയറിൻ്റെ അകത്ത് തന്നെ കെട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കയറൊക്കെ കെട്ടി ഹോൾസൊക്കെ വെച്ച് ഹാങ്ങിങ് ബോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു രൂപം വരുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കണം. അപ്പോൾ അതിന് വേണ്ടി പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. കുറച്ച് പഴയ പെയിൻറ്റ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലൂറസെൻ്റ് കളറിലുള്ള നമ്മളെ ഇനാമൽ പെയിൻ്റാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഴയ ഈ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പെയിൻ്റൊക്കെ അടിക്കുന്നത് ഓരോരുത്തരെ അഭിരുചി അനുസരിച്ചിട്ട് നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്യാം. ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് 6 ടൈപ്പിലുള്ള ഒരു ഡിസൈന് സൈഡിൽ 2 സൈഡിൽ വിടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഒരു ഇത്ര ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് സിംഗിൾ കളർ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ 1ാമത്തെ ചട്ടി പെയിൻറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 2ാമത്തെ ചട്ടിയും പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ യൂസ് ചെയ്ത അതേ സെയിം പെയിൻറ്റ് തന്നെയാണ് ഞാൻ 2ാമത്തെ ചട്ടിക്കും യൂസ് ചെയ്യുന്നത്. വേറെ പെയിൻറ്റ് ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ 2 ഹാങ്ങിങ് പോട്ടും എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി ഞാൻ ഒരു മരത്തിലേക്ക് തൂക്കിയിടുകയാണ്. ഇനി പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ചെടി വെച്ച് പിടിപ്പിക്കാം. ആ ചെടി വെച്ച് പിടിപ്പിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വെറുതെ മണ്ണ് നിറച്ച് ചെടി വെച്ച് പിടിപ്പിച്ചാൽ ഇതിനകത്ത് ചെടി ഉണ്ടാവില്ല. അതിനായിട്ട് 1-2 ടിപ്സ് ഉണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഹാങ്ങിങ് പോട്ട്, ഈ ടയർ ഉപയോഗിച്ച് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന ഈ ടയർ ഉപയോഗിച്ച് എങ്ങനെ മനോഹരമായ ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുക എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സോനു.